എല്ലാവർക്കും നമസ്കാരം. 10th കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. 6th ചാപ്റ്ററായ മെറ്റലിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്സ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ഓർസ് ഓഫ് സം മെറ്റൽസ് ആർ ഗിവൺ. കുറച്ച് മെറ്റൽസിന്റെ ഓർസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ദെൻ നോക്കുക, ഹെമറ്റൈറ്റ് ഉണ്ട്, മാഗ്നറ്റൈറ്റ് ഉണ്ട്, കോപ്പർ പൈറൈറ്റ്സ്. വിച്ച് ഓഫ് ദീസ് ഓർ ഈസ് കോൺസെൻട്രേറ്റഡ് ബൈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സിലൂടെ ഏത് ഓറാണ് അവിടെ കോൺസെൻട്രേഷൻ ചെയ്തെടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സൾഫൈഡിന്റെ കേസിലാണ് വരുന്നില്ല. അപ്പം സൾഫൈഡ് ഉള്ളത് ഇല്ലേ, സൾഫൈഡ് ഉള്ള ഏതാണ്? അതാ നോക്കൂ, അത് കോപ്പർ പൈറൈറ്റ്സ് ഇല്ലേ, കോപ്പർ പൈറൈറ്റ്സ് ആണ് വരുന്നത്. അപ്പം ഏതാണ്? CuFeS2 അതാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുന്നത്. വാട്ട്സ് ദ റീസൺ ഫോർ ചൂസിങ് ദിസ് മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ? അപ്പം ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞല്ലോ, അത് ഉപയോഗിക്കാനുള്ള റീസൺ എന്താണ്? അവിടെ സൾഫൈഡ് ഓർ ഉണ്ട് ഇല്ലേ, സൾഫൈഡ് ഓർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഡ്യൂ ടു എന്ത് പറയാം, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇല്ലേ, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സൾഫൈഡ് ഓർ എന്ന് പറയാം കേട്ടോ. സൾഫൈഡ് ഓർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് എടുക്കുന്നത്. then അടുത്ത ക്വസ്റ്റ്യൻ, the chemical reaction that converts concentrated ore into its oxide is given below. Concentrated ore നെ അതിന്റെ ഓക്സൈഡ് ആക്കി മാറ്റുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ZnS പ്ലസ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുവാണ്. ഇൻ ദ പ്രസൻസ് ഓഫ് ഹീറ്റ് ആണ് കേട്ടോ. ഹീറ്റിന്റെ പ്രസൻസിലാണ്, അതായത് ഹീറ്റ് കൊടുത്തിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പം ZnOയും അതുപോലെ തന്നെ SO2 ഉണ്ടാകുന്നുണ്ട്. റൈറ്റ് ദ നെയിം ഓഫ് ദിസ് മെത്തേഡ്. ഈ മെത്തേഡിന് പറയുന്ന പേരെന്താണ്? റോസ്റ്റിംഗ് എന്നാണ് പറയുന്നത് അല്ലേ. ഇതിന് പറയുന്ന പേരാണ് റോസ്റ്റിംഗ്. ഡിസ്ക്രൈബ് ദിസ് പ്രോസസ് എന്ന് പറയുന്നുണ്ട്. എന്താണ്? കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഓർ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഹീറ്റ് ചെയ്യുവാണ് ഇല്ലേ, ഹീറ്റ് ചെയ്യുവാണ്. ഇവിടെ ഓർക്കേണ്ട കാര്യം എന്താണ്? ദ പ്രസൻസ് ഓഫ് എയർ, എയറിന്റെ പ്രസൻസ്. ഓക്സിജൻ വന്നാണ്ടോ, ഓക്സിജൻ വന്നത് എന്താണ്? പ്രസൻസ് ഓഫ് എയർ ഇല്ലേ. മെൽറ്റിംഗ് പോയിന്റ് താഴെ ദ്രവണാംഗത്തിൽ എന്താണ്? ഓക്സിജന്റെ പ്രസൻസ് അല്ലെങ്കിൽ വായുവിന്റെ സാന്നിധ്യത്തിൽ ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതാണ് ആ പ്രോസസ്സ് കേട്ടോ. അവിടെ എഴുതിയിട്ടുണ്ട് റോസ്റ്റിംഗ് ആണ് മെത്തേഡ്. കോൺസെൻട്രേറ്റഡ് ഓർ ഈസ് ഹീറ്റഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ എന്നാണ് കേട്ടോ. ഇൻ ദ പ്രസൻസ് ഓഫ് എയർ, ഇൻ ദ പ്രസൻസ് ഓഫ് എയർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. അയിരിനെ വായുവിന്റെ സാന്നിധ്യത്തിൽ ദ്രവണാംഗത്തേക്കാൾ താഴ്ന്ന താപനിലയിലാണ് ചൂടാക്കുന്നു. അതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? റോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദി കെമിക്കൽ റിയാക്ടിവിറ്റി ഓഫ് സം മെറ്റൽസ് ആർ ഗിവൺ ബിലോ. കുറച്ച് മെറ്റൽസിന്റെ കെമിക്കൽ റിയാക്ടിവിറ്റി ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. വിച്ച് ഓഫ് ദീസ് മെറ്റൽ കോമ്പൗണ്ട്സ് ഈസ് മോസ്റ്റ് സ്റ്റേബിൾ. ഏതാണ് മോസ്റ്റ് സ്റ്റേബിൾ? നമുക്കറിയാം റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പൊ ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഏതാണ്? നമ്മുടെ അലൂമിനിയം ആണ് അല്ലേ. കാരണം എന്താണ്? റിയാക്ടിവിറ്റി കൂടുതലായിട്ടുള്ള അലൂമിനിയം. വിച്ച് മെറ്റൽ ഈസ് ഫൗണ്ട് ഇൻ ഫ്രീ സ്റ്റേറ്റ് ഇൻ നേച്ചർ. നേച്ചറിൽ ഫ്രീ സ്റ്റേറ്റ് ആണ് കാണപ്പെടുന്ന ഏതാണ്? AU എന്ന് വെച്ചാൽ എന്താണ്? ഗോൾഡ് കേട്ടോ. ഗോൾഡ് അല്ലെങ്കിൽ AU എന്നാണ് കേട്ടോ. അതാണ് ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, അയൺ ഈസ് പ്രൊഡ്യൂസ്ഡ് യൂസിങ് ബ്ലാസ്റ്റ് ഫർണസ് ഇല്ലേ. ബ്ലാസ്റ്റ് ഫർണസിലൂടെയാണ് നമ്മൾ അയൺ ഉൽപ്പാദിപ്പിക്കുന്നത് പഠിച്ചായിരുന്നു. വാട്ട്സ് ദ നെയിം ഓഫ് അയൺ ഒബ്റ്റൈൻഡ് ഫ്രം ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസിൽ ലഭിക്കുന്ന അയണിനെ നമ്മൾ എന്താണ് പറയുന്നത്? പിഗ് അയൺ ഇല്ലേ, പിഗ് അയൺ എന്നാണ് നമ്മൾ പറയുന്നത്. വാട്ട്സ് ദ നെയിം ഓഫ് ദ റിലേറ്റീവ്ലി പ്യുവർ അയൺ ഒബ്റ്റൈൻഡ് ബൈ റെഡ്യൂസിങ് ദ പെർസെൻറ്റേജ് ഓഫ് ഇമ്പ്യൂരിറ്റീസ്. അപ്പൊ നമുക്ക് പ്യുവർ ആയിട്ടുള്ള അയൺ കിട്ടുന്നുണ്ട്. ഇമ്പ്യൂരിറ്റീസിന്റെ പ്രസൻസ് ഒക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്യുവർ ആയിട്ടുള്ള അയണിനെ നമ്മൾ എന്താണ് പേര് പറയുന്നത്? റോട്ട് അയൺ ഇല്ലേ, റോട്ട് അയൺ എന്നാണ് പറയുന്നത്. റോട്ട് അയൺ. Next one, write the equation of the formation of slag when iron is produced using blast furnace. അപ്പം ബ്ലാസ്റ്റ് ഫർണസിൽ അയൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്ലാഗ് അല്ലേ, സ്ലാഗും അവിടെ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അതിന്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് എനി വൺ ഓഫ് യൂസസ് ഓഫ് സ്ലാഗ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യമേ നമുക്ക് ഇക്വേഷൻ എഴുതാം അല്ലേ. ഇക്വേഷൻ എങ്ങനെ വരും? കാൽസ്യം ഓക്സൈഡ് അല്ലേ, കാൽസ്യം ഓക്സൈഡ് SiO2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സ്ലാഗ് കിട്ടുന്നത്. എന്താണ്? CaSiO2. ഇതാണ് നമ്മളോട് O3 കേട്ടോ. CaSiO3 ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്ന സ്ലാഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി റൈറ്റ് ഇനി വൺ യൂസ് ഓഫ് സ്ലാഗ്. സ്ലാഗിന്റെ യൂസ് എന്താണ്? നമുക്ക് യൂസ് എന്ത് പറയാം? മാനുഫാക്ചർ ഓഫ് സിമെന്റ് അല്ലെ. സിമെന്റിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. മാനുഫാക്ചർ ഓഫ് സിമെന്റ് അല്ലെ. പിന്നെ റോഡിലൊക്കെ നിർമ്മാണത്തിനൊക്കെ എന്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? സ്ലാഗ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ മാനുഫാക്ചർ ഓഫ് സിമെന്റ്, ദാറ്റ് ഈസ് വൺ ഓഫ് ദി മെയിൻ യൂസ് ഓഫ് സ്ലാഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് എനി മെറ്റൽ ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ലിക്വേഷൻ. ലിക്വേഷൻ മെത്തേഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മെറ്റൽ ഏതൊക്കെയാണ്? ടിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലേ, ടിന്ന്. അതുപോലെ തന്നെ എന്താണ്? ലെഡ്. ടിന്നും ലെഡും ഒക്കെ എന്താണ്? ലിക്വേഷൻ മെത്തേഡിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ.
ദെൻ വാട്ട് ഇസ് ദ റീസൺ ഫോർ ചൂസിങ് ദിസ് സിറ്റുവേഷൻ? ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് സ്വീകരിക്കാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കാരണം എന്താണ്? ലോ മെൽറ്റിംഗ് പോയിന്റ് മതി ഇല്ലേ? ലോ മെൽറ്റിംഗ് പോയിന്റ് കേട്ടോ. ലോ മെൽറ്റിംഗ് പോയിന്റ് മതി. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് അവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് റെഡ്യൂസിങ് ഏജൻസ് ആർ യൂസ്ഡ് ടു സെപ്പറേറ്റ് മോഡറേറ്റ്ലി റിയാക്റ്റീവ് മെറ്റൽസ് ഫ്രം ദെയർ ഓക്സൈഡ് അയൺ? മോഡറേറ്റീവ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ഒക്കെ ഉണ്ടല്ലോ, അയൺ, സിങ്ക്, ടിന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഓക്സൈഡിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണല്ലോ, അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിക്കുന്നത്? കോക്ക് ഉപയോഗിക്കാറുണ്ടല്ലോ, കോക്ക് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. വാട്ട് ഇസ് ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദിസ് റെഡ്യൂസിങ് ഏജന്റ് ദാറ്റ് ഈസ് ബീങ് യൂട്ടിലൈസ്ഡ് ഹിയർ? ഇപ്പം കോക്കും കാർബൺ മോണോക്സൈഡ് ഒക്കെ ഉപയോഗിക്കുന്നത് പറഞ്ഞില്ല, അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിരുന്നത്. കാരണം എന്താണ്? കോക്കിലും കാർബൺ മോണോക്സൈഡിലൊക്കെ കാർബൺ ഉണ്ട് അല്ലേ, കാർബൺ ഉണ്ട്. അപ്പം കാർബണിനാണ് ഈ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എന്താണ്? ഈസി ആയിട്ട് നമുക്ക് ആ ഓറിൽ നിന്നും ഓക്സിജൻ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് ദ റീസൺ കേട്ടോ. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ നോക്കിയാൽ, കാർബൺ ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു റിയാക്ട് വിത്ത് ഓക്സിജൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ. സോ ഓക്സിജൻ ഈസ് ഈസിലി റിമൂവ്ഡ് ഫ്രം ദ ഓർ. അപ്പം ഓക്സിജനെ നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദി കാർബണേറ്റ് ഓർ ഓഫ് സിങ്ക്. സിങ്കിന്റെ കാർബണേറ്റ് ഓർ ഉണ്ടോ? അതിന്റെ കെമിക്കൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് വരുന്നത്? സിങ്ക് കാർബണേറ്റ് ഇല്ലേ, സിങ്ക് കാർബണേറ്റ് ആണ്. Then which technique is used to convert this ore into its oxide? അതിന്റെ ഓക്സൈഡ് ആക്കി മാറ്റുന്ന ടെക്നിക്കിന് പറയുന്ന പേരെന്താണ്? കാൽസിനേഷൻ അല്ലേ, കാൽസിനേഷൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, റൈറ്റ് ദ നെയിം ഓഫ് എനി മെറ്റൽ ദാറ്റ് ഈസ് ഫൗണ്ട് ഓൾമോസ്റ്റ് ഫ്രീ സ്റ്റേറ്റ് ഇൻ നേച്ചർ. നേച്ചറിൽ ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടുന്ന മെറ്റൽ ഏതാണ്? നമ്മൾ പറഞ്ഞില്ലേ, ഗോൾഡ് അല്ലേ. ഗോൾഡ് അല്ലെങ്കിൽ ഏതാണ്? സിൽവർ. ഗോൾഡും സിൽവറും ഒക്കെ എങ്ങനെയാണ്? ഫ്രീ സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. Which solvent is chosen when leaching is used to concentrate these metals? ഏത് സോൾവെന്റ് ആണ് ചൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എപ്പോഴാണ്? ലീച്ചിങ് ഈസ് യൂസ്ഡ് ടു കോൺസെൻട്രേറ്റ് ദീസ് മെറ്റൽസ്. ഈ മെറ്റൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ലീച്ചിങ് ഇല്ലേ, ലീച്ചിങ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉപയോഗിക്കുന്ന സോൾവെന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് സോൾവെന്റ്? ഡയലൂട്ട് ആയിട്ടുള്ള ഏതൊക്കെയാണ്? സോഡിയം സയനൈഡ് ഇല്ലേ, NaCN, സോഡിയം സയനൈഡോ അല്ലെങ്കിൽ എന്താണ് ഡയലൂട്ട് ആയിട്ടുള്ള പൊട്ടാസ്യം സയനൈഡ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് അവിടെ ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന സോൾവെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ. Fill in the blanks given by the flow chart showing the various stages of aluminum manufacture. അലൂമിനിയത്തിന്റെ മാനുഫാക്ചറിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, സ്റ്റേജസ് കേട്ടോ. അപ്പോൾ ഇതിൽ ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗങ്ങൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കറിയാം അലൂമിനിയത്തിന്റെ അയിര് അവിടെ ഇടുന്നുണ്ട് ഇല്ലേ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അതിലേക്ക് ഹോട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ നമ്മളവിടെ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ അവിടെ എന്താണ് ഉണ്ടാകുന്നത്? സോഡിയം അലൂമിനേറ്റ് ഇല്ലേ, സോഡിയം അലൂമിനേറ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ അറിയാം ഇല്ലേ, സോഡിയം അലൂമിനേറ്റ് കേട്ടോ. സോഡിയം അലൂമിനേറ്റ് എന്ന് പറയുമ്പം ഇങ്ങനെ വരും NaAlO2 കേട്ടോ. സോഡിയം അലൂമിനേറ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ദെൻ പിന്നെ നെയ്യും ഡയലൂട്ടഡ് വിത്ത് വാട്ടർ ആഫ്റ്റർ ആഡിങ് ലിറ്റിൽ ഇല്ലേ. നമ്മൾ അതിലേക്ക് നമ്മൾ കുറച്ച് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ, എന്നിട്ട് ഡയലൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ അവിടെ എന്തുണ്ടാവും? അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും ഇല്ലേ, അലൂമിനിയം ഹൈഡ്രോക്സൈഡ് കേട്ടോ. പിന്നെ അവിടെ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആ സ്റ്റെപ്പ് ഉണ്ടല്ലോ, നമ്മൾ പഠിച്ച കാര്യമാണ്. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആണ് ഉണ്ടാകുന്നത്, AlOH റൈസ്. പിന്നെ എന്ത് ചെയ്യും? ദ പ്രസിപ്പിറ്റേറ്റ് ഈസ് സ്ട്രോങ്ലി ഹീറ്റഡ്. ആ പ്രസിപ്പിറ്റേറ്റ് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? അലൂമിന ഇല്ലേ. അപ്പൊ നമ്മൾ എന്താണ് കിട്ടുന്നത്? അലൂമിന കിട്ടും. അതായത് Al2O3 ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. പിന്നെ ഇലക്ട്രോളിസിസ് ചെയ്യും ഇല്ലേ, അലൂമിനിയം നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? അലൂമിനിയം കിട്ടും ഇല്ല. അപ്പൊ ലാസ്റ്റ് അലൂമിനിയം ഈസ് ലിബറേറ്റഡ് അറ്റ് ദ കാഥോഡ് എന്ന് പറയാം ഇല്ലേ. അലൂമിനിയം അവിടെ കാഥോഡിൽ ലിബറേറ്റ് ചെയ്യും. അപ്പോൾ ആ സ്റ്റെപ്പ് ഉണ്ടല്ലോ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അലൂമിനിയത്തിൻ്റെ മാനുഫാക്ചർ ഈ സ്റ്റെപ്പ് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഫ്ലോ ചാർട്ട് പോലെ ഇതങ്ങ് പഠിച്ചു വെച്ച് എഴുതുക. ഒന്നെങ്കിൽ ഫ്ലോ ചാർട്ടായിട്ട് വരയ്ക്കുക, അല്ലെങ്കിൽ സെൻറ്റൻസ് ആയിട്ട് എഴുതി വെച്ചാലും മതി. അപ്പം എളുപ്പത്തിന് പഠിക്കാനുള്ള മെത്തേഡ് ഇങ്ങനെയുള്ള ഫ്ലോ ചാർട്ടുകളൊക്കെ ആക്കി പഠിക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ,
വാട്ട് ഇസ് ദ നെയിം ഓഫ് അയൺ ഒബ്റ്റൈൻഡ് ഫ്രം ദ ബ്ലാസ്റ്റ് ഫർണസ്? ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന അയൺ ഏതാണ്? പിഗ് അയൺ ഇല്ലേ, പിഗ് അയൺ ആണ് ലഭിക്കുന്നത്. ദൻ ഒബ്റ്റൈൻഡ് ഇൻ ദിസ് വേ ഈസ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റീൽ ആൻഡ് യൂസ്ഡ് ഫോർ വേരിയസ് ഇൻഡസ്ട്രിയൽ പർപ്പസ്. വാട്ട് ഈസ് എ നീഡ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു സ്റ്റീൽ? അപ്പൊ പിഗ് അയണിനെ നമ്മൾ എങ്ങനെയാണ് സ്റ്റീലാക്കി മാറ്റുന്നുണ്ട്, അത് വേരിയസ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ സ്റ്റീലാക്കി മാറ്റുന്നതുകൊണ്ടുള്ള നീഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് പിഗ് അയണിനെ എങ്ങനെയാണ് നമ്മൾ അടിച്ചു പരത്താനോ പ്രത്യേകിച്ച് ഷേപ്പിലേക്ക് ഒന്നും മാറ്റാൻ പറ്റിയല്ല, അല്ലെങ്കിൽ അതിനെ ചെറിയ ചെറിയ വയറാക്കി മാറ്റാനോ അങ്ങനെയുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്റ്റീലാക്കി മാറ്റുന്നത് കേട്ടോ. അപ്പൊ ഇത് എഴുതുകോട്ടെ, അത് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിഗ് അയൺ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ ബ്ലാസ്റ്റ് ഫർണസ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഐദർ ഫോർ ഹാമറിംഗ് ഇൻ ടു വേരിയസ് ഷേപ്പ് ഫോർ ഡ്രോയിങ് ഇൻ ടു വയേഴ്സ്. പിഗ് അയൺ അടിച്ചു പരത്തി വിവിധ ആകൃതിയിലേക്ക് മാറ്റാനോ അതിനെ കമ്പികളാക്കാനോ യോജിച്ചതല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്റ്റീലാക്കി മാറ്റുന്നത്. ഇതിനടുത്ത് വാട്ട് ഇസ് എ നീഡ് ടു കണക്ട് അണ്ടർഗ്രൗണ്ട് അയൺ പൈപ്സ് ആൻഡ് സ്റ്റോറേജ് ടാങ്ക്സ് വിത്ത് മഗ്നീഷ്യം ബ്ലോക്ക്? മഗ്നീഷ്യം, അപ്പൊ അണ്ടർഗ്രൗണ്ട് പൈപ്പുകളൊക്കെ ഉണ്ടല്ലോ, അയൺ പൈപ്പും സ്റ്റോറേജ് ടാങ്കുകളൊക്കെ മഗ്നീഷ്യം ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അത് എന്തിനു വേണ്ടിയാണ് അങ്ങനെ കണക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് അതിന്റെ റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത്? നോക്കോട്ടോ. ഇറ്റ് ഈസ് എ മെത്തേഡ് ടു പ്രിവെന്റ് കൊറോഷൻ ഓഫ് അയൺ. അതായത് ലോഹത്തിന്റെ ലോഹനാശം തടയാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. ദ മോർ റിയാക്റ്റീവ് മെറ്റൽ മഗ്നീഷ്യം ആണല്ലോ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആക്ടിങ് ആസ് ആനോഡ് ഈസ് ഡെസ്ട്രോയിഡ് ആൻഡ് ദ മെറ്റൽ അയൺ ആക്ടിങ് ആസ് എ കാഥോഡ് ഈസ് പ്രൊട്ടക്റ്റഡ്. അപ്പം ഈ മഗ്നീഷ്യം ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, റിയാക്ടിവിറ്റി കൂടിയതായതുകൊണ്ട് അത് പെട്ടെന്ന് നശിച്ചു പോകും. എന്നിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? കാഥോഡായിട്ടുള്ള അയൺ അവിടെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അണ്ടർഗ്രൗണ്ട് പൈപ്പിനൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മഗ്നീഷ്യം ബ്ലോക്സ് ഉപയോഗിക്കുന്നത്. Next one, brass and bronze are the important alloys of a metal. Identify the metal. ബ്രാസും ബോൺസും എന്താണ് മെറ്റലിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മെറ്റലിന്റെ അലോയി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ മെറ്റൽ എന്ന് പറഞ്ഞിരിക്കുന്നത്? കോപ്പർ അല്ലേ, കോപ്പർ ആണ് ആ മെറ്റൽ. വിച്ച് ഫ്ലക്സ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദിസ് മെറ്റൽ? വൈ? ഈ മെറ്റലിന്റെ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലക്സ് ഏതാണെന്നാണ് ചോദിച്ചത്. എന്തുകൊണ്ട്? എന്താണ് ഉപയോഗിക്കുന്നത്? സാൻഡ് ഇല്ലേ, സാൻഡ് SiO2 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് കാരണം എന്താണ്? അതിന് അസിഡിക് നേച്ചർ ഉണ്ട് അല്ലേ, അസിഡിക് നേച്ചർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. അതിന് കാരണം എന്താണ്? നമുക്കറിയാം ഓറിൽ എന്തുണ്ട്? ബേസിക് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മൾ അസിഡിക് നേച്ചർ ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിരിക്കണം അവിടെ ഉപയോഗിക്കേണ്ടത്. കണ്ടല്ലോ, കോപ്പർ ആണ് നമ്മൾ മെറ്റൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. സാൻഡ് ഹാവിങ് അസിഡിക് നേച്ചർ ഉണ്ട്. കാരണം എന്താണ്? ബിക്കോസ് ഓർ കണ്ടെയ്നിങ് ബേസിക്. ഓറിൽ എന്താണ്? ബേസിക് നേച്ചർ ഉള്ളതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഏതാണ്? ഫ്ലക്സ് ഉപയോഗിക്കേണ്ടത് അസിഡിക് നേച്ചർ ആയിട്ടുള്ള ഫ്ലക്സ് ആയിരിക്കണം നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് വൺ, ഡ്യൂറാലുമിൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് അലോയ് കണ്ടെയ്നിങ് അലൂമിനിയം. വാട്ട് ഈസ് ആൻ അലോയ്? വാട്ട് ഇസ് ഇമ്പോർട്ടന്റ് ഓഫ് മേക്കിംഗ് ഇറ്റ് ആൻ അലോയ്? റൈറ്റ് ദ നെയിം ഓഫ് അനദർ അലോയ് ഓഫ് അലൂമിനിയം. അലൂമിനിയം അടങ്ങിയ ഒരു പ്രധാനപ്പെട്ട ഒരു അലോയ് ആണെന്ന് പറഞ്ഞാൽ ഡ്യൂറാലുമിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ലോഹസങ്കരം അല്ലെങ്കിൽ അലോയ് എന്നാൽ എന്താണ്? പിന്നെ വാട്ട് ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് മേക്കിംഗ് ഇറ്റ് ആൻ അലോയ്? അതായത് ലോഹസങ്കരമാക്കുന്നതിന്റെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അലുമിനിയത്തിന്റെ മറ്റൊരു ലോഹസങ്കരത്തിന്റെ പേരും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് അലോയ്സ് എന്ന് പറഞ്ഞാല്? അലോയ് മിക്സർ ഓഫ് 2 or more മെറ്റൽസ്, 2 or 3 മെറ്റൽസിന്റെ മിക്സർ ആണ് അലോയ് എന്ന് പറയുന്നത്. അതിന്റെ എന്താണ്? ഹാർഡ്നെസ് കൂടുതലാണ്. അതുപോലെ തന്നെ കൊറോഷനെ റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ മറ്റൊരു അലോയ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? അൽനിക്കോ ആണ് കേട്ടോ, അവിടെ കൊടുത്തിട്ടുണ്ട്. അലോയ്സ് ആർ മിക്സർ ഓഫ് 2 or more മെറ്റൽ, ദേ ഹാവ് ഹൈ ഹാർഡ്നെസ്, ഓൾസോ ദേ റെസിസ്റ്റ് കൊറോഷൻ. അപ്പൊ മറ്റൊരു അലുമിനിയത്തിന് മറ്റൊരു അലോയ് ആണ് അൽനിക്കോ. നെക്സ്റ്റ് വൺ, when iron materials are joined to copper piping for electrical purpose, the iron quickly corrodes through contact. നമുക്കറിയാം ഇരുമ്പ് സാമഗ്രികൾ എങ്ങനെയാണ് കോപ്പർ പൈപ്പിങ്ങുമായി യോജിപ്പിക്കുമ്പോൾ ഇരുമ്പ് സമ്പർക്കം വഴി പെട്ടെന്ന് നശിച്ചു പോകുന്നു നമുക്കറിയാം അല്ലേ. അപ്പം when iron comes into contact with copper, which metal will release electrons? അയൺ കോപ്പറുമായിട്ട് സമ്പർക്കത്തിലിരിക്കുമ്പോൾ ഏത് ലോഹമായിരിക്കും ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നതിന് കാരണം എന്ത്? അതുപോലെ തന്നെ മെറ്റൽ കൊറോഷൻ എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായിരിക്കും ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നത്? അയൺ ആയിരിക്കും. അതിന് കാരണം എന്താണ്? കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതൽ ആർക്കാണ്? അയൺ ആണ് കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കൂടിയത് ഇല്ല. അപ്പൊ അയൺ ആയിരിക്കും ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നത്. അതായത് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. കൊറോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സറൗണ്ടിങ്സ് ആയിട്ട് ഒരു മെറ്റൽ റിയാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയുന്നത്. അത് നോക്കൂ കേട്ടോ. അയൺ ആണ്. അയൺ ഈസ് ഹൈലി റിയാക്റ്റീവ് ദാൻ കോപ്പർ ആണ്. സോ അയൺ ഈസ് ആൻ ആക്ട് ആസ് ആൻ ആനോഡ് ആൻഡ് ഇറ്റ് ഈസ് ഓക്സിഡൈസ്ഡ് കേട്ടോ. അപ്പം അയൺ ആണ് അവിടെ
ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യുന്നത്. പിന്നെ വാട്ട് യു മീൻ ബൈ മെറ്റൽ കൊറോഷൻ ചോദിച്ചിട്ടുണ്ട്. കൊറോഷൻ ഓഫ് മെറ്റൽ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് മെറ്റൽ റിയാക്ട് വിത്ത് സറൗണ്ടിങ്സ്, അല്ലെ അന്തരീക്ഷമായിട്ട് അല്ലെങ്കിൽ എന്താണ് മറ്റു മാധ്യമങ്ങളുമായിട്ട് പ്രവർത്തിച്ച് രാസമാറ്റത്തിന് വിധേയമാവുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ മെറ്റൽ കൊറോഷൻ എന്ന് പറയുന്നത്.